ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു റിസർച്ചിന്റെ ഗുഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാന്നുള്ളതാണ്. അതായത് ഒരു റിസർച്ച് നല്ലതാവാൻ എന്തൊക്കെ ക്വാളിറ്റീസ് അതിന് വേണം, അതല്ലെങ്കിൽ ഒരു റിസർച്ചിന്റെ നല്ല റിസർച്ച് എന്ന് പറയാൻ ഇനി പറയുന്ന ഈ ക്വാളിറ്റീസ് എല്ലാം ആ റിസർച്ചിന് ഉണ്ടായിരിക്കണം. ഒന്നാമതായിട്ട് പറയുന്നത് റാഷണൽ എന്നുള്ള ഒരു പോയിന്റ് ആണ്. എന്താണ് റാഷണാലിറ്റി? നമ്മൾ എടുക്കുന്ന റിസർച്ചിന് എടുക്കുന്ന ടോപ്പിക്, അതല്ലെങ്കിൽ പ്രോബ്ലം, അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സൊസൈറ്റിയിൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു വിഷയമായിരിക്കണം. പഴയ കാലത്ത് ഒരു റൂൾ ഉണ്ട്, ഓൾഡ് റൂൾ ഓഫ് തമ്പ് മെത്തേഡ് എന്ന് പറഞ്ഞ്. ചെയ്തു നോക്കുക, ശരിയാണെങ്കിൽ ശരിയാവും, അതല്ലെങ്കിൽ തെറ്റും. അങ്ങനെ ഒരു റൂളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. ഒരു ടോപ്പിക് എടുക്കുന്ന സമയത്ത് ആ ടോപ്പിക് സോഷ്യലി റെലവെന്റ് ആയിരിക്കണം എന്നുള്ളതാണ് റാഷണാലിറ്റി. രണ്ടാമത് പറയുന്നത് സിസ്റ്റമാറ്റിക് എന്നുള്ള. സിസ്റ്റമാറ്റിക് എന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ റിസർച്ചിന്റെ മീനിങ്ങിൽ തന്നെ പറഞ്ഞു. റിസർച്ച് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ്. അതായത് ഒരു മെത്തഡോളജി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്രമങ്ങൾ ഫോളോ ചെയ്തിട്ടാണ് ഒരു വ്യക്തി ഒരു റിസർച്ച് നടത്തേണ്ടത്. അപ്പോൾ ഏതൊരു റിസർച്ച് വർക്കും ഒരു സിസ്റ്റമാറ്റിക്കൽ പ്രോസസ്സ്, സിസ്റ്റമാറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഫോളോ ചെയ്ത റിസർച്ചിനെ നമ്മൾക്ക് നല്ല റിസർച്ച് എന്ന് പറയാൻ കഴിയുള്ളൂ. അതാണ് സിസ്റ്റമാറ്റിക് എന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് സയന്റിഫിക് ആണ്. സയന്റിഫിക് എന്ന് പറയുന്നത് നമ്മൾ റിസർച്ചിലൂടെ എന്ത് ഇൻഫറൻസിൽ എത്തുകയാണെങ്കിലും ആ ഇൻഫറൻസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള സയന്റിഫിക് എവിഡൻസ്, മെറ്റീരിയൽ എവിഡൻസ് നമ്മുടെ കയ്യിൽ വേണം. അതായത് നമ്മുടെ ജഡ്ജ്മെന്റിന്റെ അടിസ്ഥാനത്തിലൊന്നും റിസർച്ചിൽ ഒരു ഫൈൻഡിങ്ങിലോട്ടോ ഇൻഫറൻസിലോട്ടോ പോകാൻ പാടില്ല. സയന്റിഫിക് എവിഡൻസ്, സയന്റിഫിക് ഡോക്യുമെന്റ് സപ്പോർട്ട് വേണം എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സയന്റിഫിക് ഡോക്യുമെന്റ് സപ്പോർട്ട് ഉള്ളത് മാത്രമേ നമ്മൾ ഒരു നല്ല റിസർച്ച് ആയിട്ട് കണക്കാക്കുള്ളൂ. ഇനി മൂന്നാമത്തെ പോയിന്റ് ഒബ്ജക്റ്റീവ് എന്ന. ഒബ്ജക്റ്റീവ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സബ്ജക്റ്റിവിറ്റിനെ കുറിച്ച് മനസ്സിലാക്കണം. സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് റിസർച്ച് നടത്തുന്ന വ്യക്തിക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടാവും. ആ സ്വാർത്ഥ താല്പര്യത്തിന്റെ പുറമെ അദ്ദേഹം റിസർച്ച് നടത്തുകയും അദ്ദേഹം ഉദ്ദേശിച്ച ഒരു രീതിയിലോട്ട് ആ റിസർച്ചിനെ കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ, ആ റിസർച്ചിനെ എത്തിച്ചു കഴിഞ്ഞാൽ അത്തരം റിസർച്ച് ഒരു നല്ല റിസർച്ച് അല്ല. റിസർച്ചിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് സയന്റിഫിക് ആയിട്ട് തന്നെ റിസർച്ച് നടത്തുകയും അതിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട്, അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ മാറ്റി നിർത്തുന്നതിനെയാണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ മാറ്റി നിർത്തി റിസർച്ചിലൂടെ എന്താണോ കണ്ടെത്തിയത് അതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നതിനെയാണ് ഒരു ഗുഡ് റിസർച്ച് ആയിട്ട്, നല്ലൊരു ക്വാളിറ്റി ആയിട്ട് കണക്കാക്കുള്ളൂ. അത്തരത്തിലുള്ളതാണ് ഒരു ഗുഡ് റിസർച്ച്. ഇനി മറ്റൊന്ന് പറഞ്ഞത് നമ്മുടെ റിസർച്ചിന്റെ ഫൈൻഡിങ്സ് യൂണിവേഴ്സൽ ആയിരിക്കണം. യൂണിവേഴ്സൽ എന്ന് പറയുന്നത് നമ്മുടെ കണ്ടെത്തലുകൾ അത് ഇവിടെ മാത്രം എന്നുള്ളതല്ല, നമുക്ക് അതിനെ ജനറലൈസ് ചെയ്യാൻ പറ്റിയിരിക്കണം. എങ്കിൽ അതൊരു നല്ല റിസർച്ച് ആണ്. അടുത്തതാണ് ഇൻക്രീസിങ് നോളജ്. ഇൻക്രീസിങ് നോളജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു റിസർച്ച് ചെയ്യുന്നതിലൂടെ ആ റിസർച്ചറും അതുപോലെ ആ റിസർച്ച് റിപ്പോർട്ട് വായിക്കുന്നതിലൂടെ അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സും, അതായത് ആ റിസർച്ചുമായിട്ട് താല്പര്യമുള്ള വ്യക്തികളുടെയും നോളജ് എൻഹാൻസ് ചെയ്യിക്കാൻ പറ്റണം. അതൊരു നല്ല റിസർച്ചിനെ കഴിയുള്ളൂ. അപ്പൊ അതൊരു നല്ല റിസർച്ചിന്റെ ക്വാളിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി വെരിഫയബിൾ എന്താണ് ആ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ റിസർച്ചിൽ കണ്ടെത്തിയിട്ടുള്ള ഏതൊരു കാര്യവും ഇതേ ഒരു സിറ്റുവേഷനിൽ മറ്റൊരു വ്യക്തി വന്ന് റിസർച്ച് നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിനും ഈ ഒരു ഫൈൻഡിങ്സിലോട്ട് തന്നെ എത്തിച്ചേരണം. അതായത് റിപ്ലിക്കബിൾ, റിലയബിൾ എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട്. റിപ്ലിക്കബിൾ അല്ല, റിലയബിൾ. റിലയബിലിറ്റി ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സെയിം സിറ്റുവേഷനിൽ ഇതേ ഒരു റിസർച്ച് മറ്റൊരു വ്യക്തി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലും അദ്ദേഹത്തിന് നമ്മൾ കണ്ടെത്തിയ അതേ ഫൈൻഡിങ്സിലോട്ട് എത്താൻ പറ്റണം. അതല്ലെങ്കിൽ ആ റിസർച്ചിന് ആ ഒരു ഗുഡ് ക്വാളിറ്റി ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലാസ്റ്റ് വൺ പറയുന്നത് ഹോണസ്റ്റി എന്നുള്ളതാണ്. ഹോണസ്റ്റി കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? റിസർച്ചിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ ഹോണസ്റ്റി എന്ന് പറയുന്നത്. ഒരു റിസർച്ചറിന് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് ഹോണസ്റ്റി, സത്യസന്ധത. ഇത് തീർച്ചയായിട്ടും ഒരു റിസർച്ചർ തന്റെ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത്, ഡാറ്റ അനലൈസ് ചെയ്യുന്ന സമയത്ത്, അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, അതിന്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും അദ്ദേഹം ഹോണസ്റ്റ് ആയിരിക്കണം, സത്യസന്ധമായിട്ടിരിക്കണം. സത്യസന്ധമായിട്ടിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം റിസർച്ച് ചെയ്യുന്ന സമയത്ത് റിസർച്ചിൻ്റെതായിട്ടുള്ള കുറെ എത്തിക്കൽ കൺസിഡറേഷൻസ് ഉണ്ട്, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഗുഡ് ക്വാളിറ്റി ഓഫ് റിസർച്ച് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതിൽ ഏകദേശം 8 പോയിന്റോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റാഷണൽ, സിസ്റ്റമാറ്റിക്, സയന്റിഫിക്, ഒബ്ജക്റ്റീവ്, യൂണിവേഴ്സൽ, ഇൻക്രീസ് നോളജ്, വെരിഫയബിൾ ആൻഡ് ഹോണസ്റ്റി. ഇത്രയാണ് റിസർച്ചിന്റെ ഗുഡ് ക്വാളിറ്റീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി നമുക്ക് പറയാനുള്ളത്
ഒരു റിസർച്ചർ അഥവാ റിസർച്ച് ചെയ്യുന്ന വ്യക്തിക്ക് ഉണ്ടാവേണ്ട ഗുഡ് ക്വാളിറ്റീസ് ആണ്. റിസർച്ച് ചെയ്യുന്ന വ്യക്തിക്ക് ഉണ്ടാവേണ്ട ഗുഡ് ക്വാളിറ്റീസിൽ ഒന്നാമതായിട്ട് പറയുന്നത് സയന്റിഫിക് മൈൻഡ് ആണ്. സയന്റിഫിക് മൈൻഡ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇമോഷൻസിന്റെ മുകളിലല്ലാതെ റാഷണാലിറ്റിന്റെ ബേസിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സയന്റിഫിക് മൈൻഡ് സെറ്റ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. കൃത്യമായ ഐഡിയോളജി ഫോളോ ചെയ്യ കൃത്യമായ റിസർച്ചിന്റെ സ്റ്റെപ്സ് ഫോളോ ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് അദ്ദേഹത്തിന് ആവശ്യമാണ്. രണ്ടാമത് പറയുന്നത് ഹണ്ടർ ഫോർ ട്രൂത്ത് ആൻഡ് നോളേജ്. ഇദ്ദേഹത്തിന് കാര്യങ്ങൾ ഇനിയും അറിയണം എന്നുള്ള ഒരു ആഗ്രഹം ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് പുതിയ കാര്യങ്ങളിൽ വീണ്ടും പെട്ടെന്ന് അറിയണം എന്നുള്ള ഒരു തോന്നലും ആഗ്രഹവും ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അതാണ് ഹണ്ടർ ഫോർ ട്രൂത്ത് ആൻഡ് നോളജ് എന്ന് പറയുന്നത്. ബീങ് അലേർട്ട് മൂന്നാമത്തെ ഒരു പോയിന്റ് പറയുന്നത്. അദ്ദേഹം അലേർട്ട് ആയിരിക്കണം. സൊസൈറ്റിയിൽ വരുന്ന പുതിയ ചേഞ്ചസ് സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ പെട്ടെന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, മനസ്സിലാവണം. അദ്ദേഹം ഇത് ഒബ്സർവ് ചെയ്യുന്ന ഒരാളായിരിക്കണം. അതുപോലെ പവർ ടു അണ്ടർസ്റ്റാൻഡ്, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കണം അദ്ദേഹം. വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. ലാസ്റ്റ് വൺ ഇമ്പോർട്ടൻ്റ് ആണ് പേഷ്യൻസ്, ക്ഷമ വേണം. ഞാൻ പറഞ്ഞു റിസർച്ച് ഒരു ലോങ് ടേം പ്രോസസ്സാണ്, ഒരു വൺ ടൈം വണ്ടർ അല്ല അത്. ഒരുപാട് സമയം ഒരുപാട് എഫേർട്ട് ഉണ്ട്. അപ്പൊ നല്ല ക്ഷമയുള്ള ആളുകളായിരിക്കണം. ക്ഷമയുള്ള ആളുകൾക്ക് നല്ല റിസർച്ച് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതാണ് ഇത്രയും പോയിന്റ്സ് ആണ്, 6 പോയിന്റ്സ് ആണ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് റിസർച്ചർ പറഞ്ഞ. സയന്റിഫിക് മൈൻഡ് സെറ്റ് ഉള്ള ആളായിരിക്കണം, അതുപോലെ തന്നെ ഹണ്ടർ ഫോർ ട്രൂത്ത് ആൻഡ് നോളജ് ആയിരിക്കണം, അലേർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കണം, ദെൻ പവർ ടു അണ്ടർസ്റ്റാൻഡ്, വെൽ എഡ്യൂക്കേറ്റഡ് ആൻഡ് പേഷ്യൻസ് ഉള്ള ആളുകളായിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ റിസർച്ചിന്റെ പ്രോസസ്സ് ഏകദേശം 11 സ്റ്റെപ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് തൊട്ടടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. താങ്ക് യു.